الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖിയും മുഅ്മിനുമായി ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ജീവിതത്തിൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കുറേ ആളുകൾ നമ്മുടെ ചുറ്റുവട്ടത്ത് നമുക്കുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ നമ്മളേറെ ഇഷ്ടപ്പെടുന്നവരാണ്. നമ്മുടെ ഭാര്യയും നമ്മുടെ ഭർത്താവും നമ്മുടെ മക്കളുമെല്ലാം നമ്മളോട് നന്മ ചെയ്യുന്ന ആരോടും നമുക്ക് സ്നേഹമുണ്ടാകും. അതൊരു സ്വാഭാവികമാണ്, അത് പ്രകൃതിപരമാണ്. എന്നാൽ ഈ സ്നേഹത്തെക്കാളൊക്കെ ഉപരി നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരെയാണ്? നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിനെയാണ്. ദുനിയാവിൽ നമ്മൾ ആരെയൊക്കെ സ്നേഹിക്കുന്നുണ്ടോ ആ സ്നേഹമെല്ലാം അള്ളാഹുവിന് വേണ്ടിയാകണം. അതാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിനെ സ്നേഹിക്കുക എന്നത് അതൊരു ഇബാദത്തായിക്കൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിനോടുള്ള സ്നേഹമാണ് എല്ലാ സ്നേഹത്തെക്കാളും ഉപരി. നാം ആരെ സ്നേഹിക്കുന്നുവോ അതെല്ലാം അള്ളാഹുവിന് വേണ്ടിയാവുക എന്നതാണ് ഒരു സത്യവിശ്വാസിയുടെ വിശ്വാസത്തിന്റെ പൂർണ്ണത എന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുന്നിടത്തിൽ മനോഹരമായി ഖുർആൻ പറയുന്നുണ്ട്, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ് ഇല്ലാ ലിയഅ്ബുദൂൻ. ഞാൻ മനുഷ്യരെയും ജിന്നുകളെയും സൃഷ്ടിച്ചത് എന്നെ സ്നേഹിക്കാനാണ്, എന്നെ അറിഞ്ഞുകൊണ്ട് ജീവിക്കുവാനാണ്, എന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഇബാദത്തുകൾ നിർവഹിക്കുവാനാണ് മനുഷ്യർക്ക് മനോഹരമായ ജീവിതം നൽകിയത് എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ സ്നേഹമാണ് ഏറ്റവും വലിയ സ്നേഹമെന്നാണ് പരിശുദ്ധ ഖുർആൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നത്. ഞാൻ ആദ്യം ഓതി വെച്ച ആയത്തിൽ അള്ളാഹു പറയുന്ന എന്താ അറിയും? ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്കണം, ഇൻ കാന ആബാഉക്കും വ അബ്നാഉക്കും, നിങ്ങളുടെ പിതാക്കളോ നിങ്ങളുടെ പുത്രന്മാരോ, വ ഇഖ്വാനുക്കും നിങ്ങളുടെ സഹോദരങ്ങളോ, വ അസ്വാജുക്കും നിങ്ങളുടെ ഇണകളോ, വ അശീറത്തുക്കും നിങ്ങളുടെ കുടുംബങ്ങൾ, വ അംവാലുൻ ഇഖ്തറഫ്തുമൂഹ നിങ്ങൾ സമ്പാദിച്ചു വെക്കുന്ന നിങ്ങളുടെ സമ്പാദ്യങ്ങൾ, വ തിജാറത്തുൻ തഖ്ശൗന കസാദഹ നിങ്ങൾ നഷ്ടം ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടം,
വമസാക്കിനു തർലൂനഹ, നിങ്ങൾ തൃപ്തിപ്പെടുന്ന നിങ്ങളുടെ ഭവനങ്ങൾ, അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി, അതിനേക്കാളും സ്നേഹം നമുക്ക് റബ്ബിനോടും അവന്റെ പ്രവാചകനോടുണ്ടായിരിക്കണം. ഒരാൾക്ക് റബ്ബിനേക്കാളും പ്രവാചകനേക്കാളും സ്നേഹം തന്റെ കുടുംബത്തോടും തന്റെ മക്കളോടും തന്റെ മാതാപിതാക്കളോടും തന്റെ സമ്പാദ്യത്തോടും മാത്രമാണെങ്കിൽ അടുത്ത വാചകം എന്താ അറിയോ? അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വാചകമാണ്. അടുത്ത വാചകത്തിൽ അല്ലാഹ് പറയുന്നത് എന്താ അറിയോ? ഫതറബ്ബസു, നിങ്ങൾ കാത്തിരിക്കുക, ഹത്താ യഅതി അല്ലാഹു ബിഅംരി, അള്ളാന്റെ കൽപ്പന വരുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കുക. എന്നിട്ട് ഖുർആൻ പറയാണ്, വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, ഫാസിഖീങ്ങൾക്ക് ഒരിക്കലും പടച്ചോൻ ഹിദായത്ത് കൊടുക്കൂലെന്ന്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ സ്വന്തം മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും നമ്മൾ ഇഷ്ടപ്പെടുന്ന എന്തൊക്കെ ഈ ദുനിയാവിലുണ്ടോ അതിനേക്കാളൊക്കെ നമ്മൾ സ്നേഹിക്കേണ്ടത് ആരെയാണ്? നമ്മൾ അറിയാതെ നമ്മളെ ഈ ജീവിതം നൽകിയ റബ്ബിനാണ്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ ഓരോ അവയവങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമുണ്ടല്ലോ, നമ്മൾ പഠിക്കുമുണ്ടല്ലോ. നമുക്ക് റബ്ബിനെ കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും റബ്ബിന് കൂടുതൽ ശുക്ർ ചെയ്യാനും നമുക്ക് കഴിയും. അതുകൊണ്ട് ആ റബ്ബായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം. നിങ്ങൾ നോക്കൂ, ഇതൊരു വാക്കുകളിൽ മാത്രം നിലനിൽക്കേണ്ടതല്ല സ്നേഹം. ചില ആളുകളുടെ വാഹനത്തിന് പുറത്തൊക്കെ എഴുതി വെക്കും, ആശിഖെ റസൂൽ എന്നൊക്കെ എഴുതി വെക്കുന്നത് കാണാം. പ്രവാചകനോട് അത്രയും സ്നേഹമുണ്ടെന്നൊക്കെ എഴുതി വെക്കും. പക്ഷെ അതൊന്നും ജീവിതത്തിൽ കാണൂല. അങ്ങനെ എഴുതി വെക്കേണ്ട, വാക്കുകളിൽ എഴുതി വെക്കേണ്ട കാര്യങ്ങളല്ല ഇത്. നിങ്ങൾ നോക്കൂ, പൂർവികരുടെ ചരിത്രം പഠിക്കുന്നിടത്തിൽ, ജൂതന്മാരുടെ ചരിത്രം പറയുന്നിടത്ത്, ക്രിസ്ത്യാനികളുടെ ചരിത്രം പറയുന്നിടത്തിൽ അവരൊക്കെ പറഞ്ഞെന്താ അറിയോ? അവരൊക്കെ അവകാശപ്പെട്ടത് നഹ്നു അബ്നാഉല്ലാഹ്, ഞങ്ങളൊക്കെ അള്ളാന്റെ മക്കളാണ്, വ അഹിബ്ബാഹു, ഞങ്ങൾ അള്ളാന്റെ ഏറ്റവും ഇഷ്ടക്കാരാണ്, ഞങ്ങൾക്കാണ് അള്ളാൻ ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞ ആളുകളായിരുന്നു ജൂതന്മാരും ക്രിസ്ത്യാനികളും ഒക്കെ. ഖുർആൻ പറയുന്നുണ്ടത് വ്യത്യസ്തമായ ആയത്തുകളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള അവകാശവാദങ്ങളല്ല നമ്മളിൽ ഉണ്ടാകേണ്ടത്. സ്നേഹത്തിന് ഒരുപാട് തെളിവുകൾ പരിശുദ്ധമായ ഖുർആനും പ്രവാചകന്റെ സുന്നത്തുകളും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ തെളിവുകൾ നമ്മളിൽ ഉണ്ടെങ്കിൽ, ഈ തെളിവുകൾ ലക്ഷണങ്ങൾ നമ്മളിൽ ഉണ്ടെങ്കിൽ നമുക്ക് റബ്ബിനോട് സ്നേഹമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിലൊന്നാമത്തെ കാര്യം എന്താ അറിയോ? അള്ളാഹുവിനെ അറിയുക എന്നതാണ്. അള്ളാഹുവിനോട് നമുക്ക് സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ റബ്ബിനെ അറിയും. നിങ്ങൾ നോക്കൂ, നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, അയാളെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അയാളെ നമ്മൾ അറിയാവുന്നത് കൊണ്ടാണ്. അറിയാത്ത ഒരാളെ നമുക്ക് ഇഷ്ടപ്പെടാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് റബ്ബിനെ നമ്മൾ അറിയുക എന്നതാണ് ആ റബ്ബിനോടുള്ള സ്നേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമെന്ന് പരിശുദ്ധമായ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിനെ അവന്റെ അസ്മാഉകളെ കൊണ്ടും അവന്റെ സിഫാത്തുകളെ കൊണ്ടും അറിയാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിയാൻ നമുക്ക് സാധിക്കണം. മഹാനായ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് എന്ന് പറഞ്ഞ ആ അറിവ് എന്താണെന്നറിയോ? ഇന്ന ഹാദൽ ഇൽം, ഈ അറിവുണ്ടല്ലോ, സബബുല്ലി മഹബ്ബത്തില്ല, അള്ളാഹിനെ കുറിച്ച് ഒരാൾ അറിഞ്ഞാൽ അയാൾക്ക് അള്ളാഹിനോട് ഇഷ്ടമുണ്ടാവും. അള്ളാഹുവിനോട് ഒരാൾക്ക് ഇഷ്ടം ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താ അറിയോ? അള്ളാഹിനെ പറ്റി അറിയാന്നുള്ള. ആരാ അള്ളാഹ്? എന്റെ ജീവിതം നൽകിയവനാണ് അള്ളാഹ്. വളരെ മനോഹരമായ എന്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും, നിങ്ങൾ നോക്കൂ, നമ്മുടെ കിഡ്നി, നമ്മുടെ ഹൃദയം, നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും, മൈന്യൂട്ട് അവയവങ്ങളും നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ധർമ്മങ്ങളെ കുറിച്ച് ചിന്തിക്കുമുണ്ടല്ലോ, അള്ളാഹുവിനെ നമുക്കറിയും. അള്ളാഹുവിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. അത്ഭുതങ്ങളിലേക്ക് നോക്കി നമുക്ക് റബ്ബിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, അള്ളാഹുവിനെ കുറിച്ച് അറിയാൻ നമുക്ക് കഴിയണം, അള്ളാഹുവിനെ കുറിച്ച് പഠിക്കണം. എന്നാൽ അള്ളാഹിനോടുള്ള സ്നേഹം നമുക്കുണ്ടാകും. അടുത്ത വാചകം എന്താ അറിയും? വഇൻ തഹഖഖത്തിൽ മഹബ്ബ, ഒരാൾ അള്ളാഹുവിനെ കുറിച്ച് അറിഞ്ഞ് അള്ളാഹുവിനോടുള്ള ഇഷ്ടം ഒരാളുടെ ഹൃദയത്തിൽ സാക്ഷാത്കരിക്കപ്പെട്ടാൽ, ഉജിതത്തിൽ ഇബാദ, ബാങ്ക് കൊടുത്താൽ പിന്നെ നിസ്കരിക്കാൻ വേണ്ടി ഒരാളും പറയണ്ട, നമ്മൾ സ്വയം നിസ്കരിക്കും. റമദാൻ മാസത്തിൽ നോമ്പെടുക്കാൻ ഒരാൾ നമ്മളോട് പറയണ്ട. ഏത് ഒറ്റപ്പെട്ട സാഹചര്യത്തിലും ഏത് ഏകാന്തതകളിലും റബ്ബിനെ സൂക്ഷിക്കുവാനും റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനും സകല തിന്മകളിൽ നിന്നും മാറി നിൽക്കുവാനും അവർക്ക് സാധിക്കുമെന്നാണ് പരിശുദ്ധമായ ഇസ്ലാം പറയുന്നത്. കാരണം എന്താ അറിയോ? അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയും ബോധവും അവന്റെ ഹൃദയത്തിൽ പച്ചയായി നിലനിൽക്കുന്നുണ്ട്. അത് വളരെ പ്രധാനമാണ്. അള്ളാഹുവിനെ ആരെക്കാളും നമുക്ക് സ്നേഹിക്കാൻ സാധിക്കണമെങ്കിൽ അവനെ അറിഞ്ഞേ മതിയാവുകയുള്ളൂ. അതല്ലെങ്കിൽ വെറും അവകാശവാദമായി റബ്ബിനോടുള്ള സ്നേഹം മാറിപ്പോകുമെന്ന കാര്യം നമ്മൾ മറക്കരുത്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു വാചകമുണ്ട്, മൻ അഹബ്ബല്ലാഹ് ബിഅസ്മാഇഹി വസിഫാതിഹി, ഒരാൾ അള്ളാഹുവിന്റെ നാമങ്ങളെ കൊണ്ടും അവന്റെ വിശേഷണങ്ങളെ കൊണ്ടും ഒരാൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടാൽ, അഹബ്ബഹു, അള്ളാഹ് അവനെയും ഇഷ്ടപ്പെടും. ഫലാ മഹാല,
അതിൽ യാതൊരു അസംഭവ്യതയുമില്ല. അത് നടക്കുന്ന നമ്മൾ റബ്ബിനെ അവന്റെ നാമങ്ങളിലൂടെ അവന്റെ വിശേഷണങ്ങളിലൂടെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാന്റെ ഇഷ്ടം നമുക്ക് കിട്ടും. അതിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല സഹോദരങ്ങളെ, രണ്ടാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കണം എന്നറിയോ, അള്ളാഹിനോട് ഇഷ്ടമുണ്ട് എന്നതിന്റെ രണ്ടാമത്തെ തെളിവ് എന്താ അറിയോ? അള്ളാഹിനോടുള്ള സ്നേഹത്തിന്റെ അടയാളമാണ് അവനെ കണ്ടുമുട്ടാനുള്ള ആഗ്രഹം. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, മൻ അഹബ്ബ ലിഖാ അല്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അഹബ്ബല്ലാഹു ലിഖാ, അവനെ കണ്ടുമുട്ടാൻ അള്ളാഹുവും ആഗ്രഹിക്കും. വമൻ കരിഹ ലിഖാ അല്ലാഹ്, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിന് ആരെങ്കിലും വെറുത്താൽ കരിഹല്ലാഹു ലിഖാ, അവനെ കണ്ടുമുട്ടുന്നതിനെ അള്ളാഹുവും വെറുക്കുന്നതാണ്. ഉടനെ തന്നെ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം എന്താ അറിയോ? ഇത് പറഞ്ഞപ്പോ, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, യാ നബിയല്ലാഹ്, അകറാഹിയത്തുൽ മൗത്ത്, അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ റസൂലെ, മരണത്തെ ഞങ്ങളൊക്കെ പേടിക്കുന്നുണ്ട്. ശരിക്കും യഥാർത്ഥത്തിൽ നിങ്ങൾ പറയുന്നത് മരണത്തെ വെറുക്കലാകുമോ അത് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം എന്താ അറിയോ? ഫകുല്ലുനാ നക്റഹുൽ മൗത്ത്. ആയിഷ ബീബി പറയാണ്, ഞങ്ങളൊക്കെ മരണത്തെ വെറുക്കുന്നവരാണ്. അപ്പൊ യഥാർത്ഥത്തിൽ അള്ളാഹിനെ കണ്ടുമുട്ടാൻ വെറുക്കുന്നവർ എന്ന് പറഞ്ഞാൽ മരണത്തെ വെറുക്കുന്നവരാകുമോ റസൂലെ എന്ന് ചോദിച്ചു. അപ്പൊ ആയിഷ ബീബിനോട് റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കാൻ, ലൈസ കദാലിക, അതല്ല, അങ്ങനെയല്ല. വലാകിന്നൽ മുഅ്മിൻ, എന്നാൽ ഒരു മുഅ്മിനായ മനുഷ്യൻ ഇദാ ബുശ്ശിറ ബിറഹ്മത്തില്ലാഹി വരിദ്വാനിഹി വജന്നതിഹി, സ്വർഗ്ഗത്തെക്കുറിച്ചും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെക്കുറിച്ചും പരലോകത്തുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ചും പറയപ്പെട്ടാൽ, ഓർമ്മിപ്പിക്കപ്പെട്ടാൽ അവൻ ആഗ്രഹിക്കും എനിക്കത് കിട്ടിയിരുന്നുവെങ്കിൽ, അവൻ ആഗ്രഹിക്കും എനിക്കത് ലഭിച്ചിരുന്നുവെങ്കിൽ, എന്നെ ആ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചിരുന്നുവെങ്കിൽ എന്ന് ഒരു വിശ്വാസിയായ മനുഷ്യൻ ആഗ്രഹിക്കുമെന്നാണ് ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, ഫഅഹബ്ബല്ലാഹ്, അല്ലാഹ് അവനെ കണ്ടുമുട്ടുന്നത് ആഗ്രഹിക്കും. എന്നാൽ ഒരു കാഫിറായ മനുഷ്യൻ ഇദാ ബുശ്ശിറ ബിഅദാബില്ലാഹി വസുഖ്തിഹി, അല്ലാഹുവിന്റെ അദാബുകളെ കുറിച്ചും അവന്റെ കോപത്തെക്കുറിച്ചും അവിടെ പറയപ്പെട്ടാൽ, സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ, കരിഹ ലിഖാ അല്ലാഹ്, അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിനെ പേടിക്കുകയും ഭയപ്പെടുകയും വെറുക്കുകയും ചെയ്യുന്നു. കരിഹല്ലാഹു ലിഖാ, അവനെ കണ്ടുമുട്ടുന്നത് അള്ളാഹുവും വെറുക്കുന്നതാണ് എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പൊ സ്വർഗത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ എനിക്കത് കിട്ടണമെന്നൊരാഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ മനസ്സിലായിക്കൊള്ള നമുക്ക് റബ്ബിനോടുള്ള സ്നേഹം ഹൃദയത്തിന്റെ ഉള്ളിലുണ്ട്. മൂന്നാമത്തെ കാര്യം എന്താ അറിയോ? അള്ളാഹിനോടുള്ള സ്നേഹത്തിനുള്ള ഏറ്റവും വലിയ അടയാളം എന്താ അറിയോ? നമ്മൾ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഓർക്കുന്നു എന്നതാണ്. മാലിക് ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവമുണ്ട്. മിൻ അലാമാതി മഹബ്ബത്തില്ലാഹ്, അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്നതിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് അള്ളാഹുവിനെ പതിവായി പറഞ്ഞുകൊണ്ടിരിക്കുക, അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുക. ഇവിടെ ഇരിക്കുന്നവരോട് മനസ്സു തുറന്ന് എനിക്ക് ചോദിക്കാൻ പറ്റും, വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങിയത് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് പറഞ്ഞിട്ടാണോ? വാഹനത്തിൽ കയറിയപ്പോ സുബ്ഹാനല്ലദീ സഖറ ലനാ, പള്ളിയിലേക്ക് കയറുമ്പോ അല്ലാഹുമ്മ ഇഫ്തഹ് ലീ അബ്വാബ റഹ്മതിക. ആലോചിച്ചു നോക്കണം, ഈ പ്രാർത്ഥന നമുക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൃദയത്തിന്റെ ഉള്ളിൽ പടച്ചവനോടുള്ള സ്നേഹമുണ്ട്, ഇല്ലെങ്കിൽ പടച്ചവനോടുള്ള സ്നേഹത്തിൽ കുറവുണ്ടെന്നാണ്. അള്ളാഹുവിനെ കുറിച്ച് സ്നേഹമുള്ളവൻ അവൻ എപ്പോഴും അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കും. ഒരാൾ ഒരു കാര്യത്തെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അക്സറ ദിക്റ, അതെപ്പോഴും അയാൾ ഓർത്തുകൊണ്ടിരിക്കും, അതെപ്പോഴും അയാൾ പറഞ്ഞുകൊണ്ടിരിക്കും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളുടെ കരളിന്റെ കഷ്ണമായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം യദ്കുറുല്ലാഹ ഫീ കുല്ലി അഹ്യാൻ, എല്ലാ സമയങ്ങളിലും അള്ളാഹുവിനെ ഓർക്കുന്നവരായിരുന്നു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, ഏ ഈമാനുള്ള മനുഷ്യരെ, ഉദ്കുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണം, ദിക്റൻ കസീറ, ധാരാളമായി നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണം. മാത്രമല്ല വിശുദ്ധ ഖുർആനിലെ വ്യത്യസ്തമായ സൂറകളിൽ വസബ്ബിഹു ബുക്റതൻ വഅസീല, പ്രഭാതത്തിലും പ്രദോഷത്തിലും അള്ളാഹുവിനെ തസ്ബീഹുകളെ ചൊല്ലണം. ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, അള്ളാഹുവിനെ ഓർക്കാത്തൊരു മനുഷ്യൻ അത് വെള്ളമില്ലാത്ത കുളത്തിൽ ജീവിക്കുന്ന മത്സ്യങ്ങളെ പോലെയാണ്. അള്ളാഹുവിനെ കുറിച്ച് ദിക്റില്ലാത്ത ഹൃദയം എന്ന് പറയുന്നത്
വെള്ളമില്ലാത്ത കുളത്തിൽ ജീവിക്കുന്ന മത്സ്യങ്ങളെ പോലെയാണ്. ആ മത്സ്യങ്ങൾക്ക് വലിയ ആയുസ് ഉണ്ടാവില്ല, പെട്ടെന്ന് ചത്തുപോകും. ഇതാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ ഹൃദയത്തിലില്ലാത്തവരുടെ അവസ്ഥ. അപ്പൊ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്നേഹം ഹൃദയത്തിന്റെ ഉള്ളിലുണ്ടെങ്കിൽ അള്ളാഹുവിനെ നമ്മളെപ്പോഴും ഓർക്കും. അങ്ങനെ ഓർക്കുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖിയും മുഅ്മിനുമായി ജീവിക്കണമെന്ന് ഒന്നുകൂടി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ മൂന്നാമത്തെ കാര്യം പണ്ഡിതന്മാർ പറയുന്നു, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റുക. ആരാ പറയുന്നത്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ആലോചിക്കണം, നമ്മുടെ കരളിന്റെ കഷ്ണമായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ എത്രത്തോളം അനുസരിക്കുന്നുണ്ട്. പ്രവാചകനോട് സ്നേഹമുണ്ട് എന്നത് വാചകങ്ങളിൽ മാത്രം നിറഞ്ഞു നിൽക്കേണ്ടതല്ല, വാഹനങ്ങളിൽ എഴുതി ഒട്ടിക്കേണ്ടതല്ല. മറിച്ച് ഹൃദയത്തിന്റെ ഉള്ളിൽ ആ പ്രവാചകനോടുള്ള ഹുബ്ബ് അത് ജീവിതത്തിൽ ഉണ്ടാകണം. പ്രവാചകന്റെ കൽപ്പനകളെ ജീവിതത്തിൽ സ്വീകരിച്ച് പ്രവാചകൻ വിരോധിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് പ്രവാചകനോടുള്ള സ്നേഹം നിലനിർത്തണം. അത് അള്ളാഹുവിനോടുള്ള സ്നേഹമാണ്. അതാണ് ഖുർആൻ നമ്മൾ പഠിപ്പിക്കുന്നത്. ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി. മുഹമ്മദ് നബി ആദരിക്കാനും ബഹുമാനിക്കാനും സ്നേഹിക്കാനും പ്രവാചകന്മാരെ മുഴുവനും ആദരിക്കാനും സ്നേഹിക്കാനും ഉൾക്കൊള്ളാനും അവരിലെ പാഠങ്ങൾ ഉൾക്കൊള്ളാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മാത്രമല്ല അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ സ്നേഹിക്കണം. അത് അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ അടയാളമാണ്. ഹുബ്ബുൽ അൻസാർ, അൻസാരികളോടുള്ള സ്നേഹം, അത് മിനൽ ഈമാൻ, അത് ഈമാനിൽപ്പെട്ടതാണ്. മുഹാജിറുകളോടുള്ള സ്നേഹം അത് ഈമാനിൽപ്പെട്ടതാണ്. സഹാബത്തിനോടുള്ള സ്നേഹം അത് ഈമാനിൽപ്പെട്ടതാണ്. മുഅ്മിനീങ്ങളോടുള്ള സ്നേഹം അത് ഈമാനിൽപ്പെട്ടതാണ്. മനുഷ്യരോടുള്ള സ്നേഹം അത് ഈമാനിൽപ്പെട്ടതാണ്. ജീവികളോടുള്ള സ്നേഹം അത് ഈമാനിൽപ്പെട്ടതാണ്. അതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രത്യേകത. അതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ വ്യതിരിക്തത എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുത്ത കാര്യങ്ങളൊക്കെ വെറുക്കാൻ നമുക്ക് കഴിയണം. മാകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൻതഖിമു ലിനഫ്സിൻ, അള്ളാന്റെ റസൂലിന്റെ സ്വന്തത്തിന് വേണ്ടി ഒരു ശിക്ഷാ നടപടി സ്വീകരിച്ചൊരവസ്ഥ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഗ്ളബ് വയൻതഖിം ഇദൻ തുഹിക്കത് ഹുറുമാത്തില്ലാ. അള്ളാന്റെ റസൂലിനെ ഒരാൾ വേദനിപ്പിച്ചാൽ അയാളെ തിരിച്ചടിക്കുന്ന പരിപാടിയല്ല. മറിച്ചെന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തത്തിന് വേണ്ടി പ്രതികാര നടപടി സ്വീകരിച്ച ഒരു ചരിത്രവുമില്ല. മറിച്ച് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തിന്റെ വിഷയത്തിലാണ് പ്രവാചകർ ദേഷ്യപ്പെട്ടത്? അള്ളാഹ് പവിത്രമാക്കിയ കാര്യങ്ങളെ നിസ്സാരവൽക്കരിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദേഷ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പരിശുദ്ധമായ ഖുർആൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയാണ്. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കണ്ടപ്പോ പ്രവാചകൻ കോപിച്ചു. അതെന്തിന്റെ പേരിലാണ്? അത് മതത്തിന്റെ പേരിലാണ്, ദീനിന്റെ വിഷയത്തിലാണ്. ഈ കാര്യം നമുക്ക് എന്ത് ചെയ്യണം? സാധിക്കേണ്ടതുണ്ട്. ഇങ്ങോട്ട് നോക്കൂ, 17 തവണ ഞാനും നിങ്ങളും ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്. അല്ലാഹുവേ, നിന്റെ സന്മാർഗത്തിൽ ഞങ്ങളെ ചേർക്കണേ. ഒരിക്കലും വഴി പിഴച്ചു പോയവരുടെ മാർഗത്തിലല്ല, നിന്റെ കോപത്തിനിരയായവരുടെ മാർഗത്തിലല്ല, ജൂതന്റെ മാർഗത്തിലല്ല, ക്രിസ്ത്യാനിയുടെ മാർഗത്തിലല്ല എന്ന് 17 തവണ പ്രതിജ്ഞ എടുക്കുന്നവരാണ് ഇവിടെ മുന്നിലിരിക്കുന്ന മുഴുവൻ ആൾക്കാരും. പടച്ചോനെ, ജൂതന്റെ മാർഗത്തിലാക്കരുത്, ക്രിസ്ത്യാനിയുടെ മാർഗത്തിലാക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്ന നമ്മൾ ആലോചിച്ച് നോക്കൂ. ഇനി വരാനിരിക്കുന്നത് വലിയൊരു ആഘോഷമാണ്, ഒരു മതവിഭാഗത്തിന്റെ ആഘോഷമാണ്. ആ ആഘോഷത്തിൽ കേക്ക് മുറിക്കുന്നത്, നക്ഷത്രം തൂക്കുന്നത് നമ്മളാണ്. ഈ ആഘോഷങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്നത് നമ്മളാണ്. നമ്മൾ എന്താണ് 17 തവണ പറയുന്നത്? ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. നിങ്ങൾ ആലോചിച്ചു നോക്കണം. ചിന്തിക്കേണ്ട കാര്യമാണ്, ആലോചിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ നോക്കൂ, എന്താണ് നമ്മുടെ നാട്ടിലെ ആഘോഷത്തിന്റെ മതപരമായ തലം? എന്താണ്?
പരിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ടത്. പരിശുദ്ധമായ ഖുർആൻ അത് വ്യക്തമായി നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മകനുണ്ടായി എന്നതിന്റെ പേരിൽ ആഘോഷിക്കുന്ന ഒരു ആഘോഷത്തിന് നമുക്ക് ആശംസ പറയാൻ പറ്റൂ? നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്, നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. നമ്മൾ പറയുന്നു ഹൃദയത്തിന്റെ ഉള്ളിൽ എന്റെ റബ്ബിനോട് അങ്ങേയറ്റത്തെ സ്നേഹമുണ്ട്, എന്റെ പ്രവാചകനോട് എന്റെ ഹൃദയത്തിൽ അങ്ങേയറ്റത്തെ സ്നേഹമുണ്ട്. പക്ഷെ അല്ലാഹു പറയാണ് വഖാലു ഇത്തഖദർ റഹ്മാനു വലദ. അവർ പറയുന്നത്, അവർ ആരോപിക്കുന്നത് പരമകാരുണികൻ സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്നാണ്. ലഖദ് ജിഅ്തും ശൈഅൻ നിദ്ദ. തീർച്ചയായും നിങ്ങൾ വമ്പിച്ച നികൃഷ്ടമായ ഒരു കാര്യം നിങ്ങൾ ചെയ്തിരിക്കുന്നു ഇത് പറയുക വഴി. തകാദു സമാവാതു യതഫത്തർന മിൻഹു വതൻശഖുൽ അർദു വതഖിറുൽ ജിബാലു ഹദ്ദാ. വെറും വാക്കല്ല ഇത്. ഈ ആയത്തിന്റെ തഫ്സീർ നിങ്ങൾക്ക് പഠിക്കാം. ആകാശഭൂമികൾ തകർന്നു പോകുമാറുള്ള വാക്കാണ്. മാത്രമല്ല പർവ്വതങ്ങൾ വിണ്ടുകീറി പൊട്ടിപ്പോകുമാറുള്ള വാക്കാണ് അല്ലാഹു മകനുണ്ടായി എന്ന് പറയുന്ന വാക്ക്. ഇതിന്റെ പേരിൽ ആഘോഷിക്കുന്ന ആഘോഷത്തിന് ആശംസകൾ പറയുന്നത് നമ്മൾ, അതിന് കേക്ക് മുറിക്കുന്നത് നമ്മൾ, നക്ഷത്രം തൂക്കുന്നത് നമ്മൾ, ആഘോഷങ്ങളിൽ മക്കളെ വേഷം ധരിപ്പിച്ച് വിടുന്നത് നമ്മൾ. ആലോചിക്കണം പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിന്റെ ഉള്ളിൽ അള്ളാഹുവിനോടുള്ള സ്നേഹം സാക്ഷാത്കരിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന്. വളരെ ഗൗരവതരമാണ്. നമ്മളെല്ലാ മതങ്ങളെയും ആദരിക്കണം, ബഹുമാനിക്കണം, എല്ലാവരെയും സ്നേഹിക്കണം. അത് മനുഷ്യത്വമാണ്, അത് സാഹോദര്യ ബന്ധമാണ്. അത് ലോകത്ത് ഏറ്റവും കൂടുതൽ പഠിപ്പിച്ച മതം ഏതാണെന്നറിയോ? ആ മതത്തിന്റെ പേരാണ് പരിശുദ്ധ ഇസ്ലാം. ലോകത്ത് മനുഷ്യരെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച, ഇത്രയും ഉദാത്തമായ മാനുഷിക മൂല്യങ്ങൾക്ക് വില കൽപ്പിച്ചൊരു മതം പരിശുദ്ധ ഇസ്ലാം അല്ലാതെ ലോകത്തൊരു മതത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റൂല. അതേ പറയുന്നത്, ഇസ്ലാമിനെ അറിയണം നമ്മൾ. ഇസ്ലാമിന്റെ പ്രമാണങ്ങളിലൂടെ, ഇസ്ലാമിന്റെ വേദങ്ങളിലൂടെ ഇസ്ലാമിനെ അറിയണം. അതാണ് പരിശുദ്ധ ഇസ്ലാം. റസൂലുള്ളാഹി പറയുന്നുണ്ട്, നിന്റെ വീട്ടിലൊരു കറി ഉണ്ടാക്കുകയാണെങ്കിൽ അയൽവാസി വിശന്നിരിക്കുകയാണെങ്കിൽ ആ കറി അവർക്കും കൂടെ കൊടുക്കാനില്ലെങ്കിൽ അല്പം വെള്ളം ചേർത്ത് വലുതാക്കിയിട്ട് ഒന്ന് കൂട്ടിയിട്ട് എന്ത് ചെയ്യണം? അവർക്കും കൂടെ, അവരെ കൂടെ പരിഗണിക്കണം. ആടിനെ അറുത്തിട്ട് ആടിന്റെ മാംസങ്ങൾ ഇങ്ങനെ വിതരണം ചെയ്യുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് പറയാണ്, നിങ്ങൾ അയൽവാസി ഒരു ജൂതനായ സഹോദരനാണ്, അവർക്ക് നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കണം എന്ന് പഠിപ്പിച്ച മതത്തിന്റെ അനുയായികളാണ് നമ്മൾ. എല്ലാവരെയും സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച, സ്നേഹവും സൗഹാർദ്ദവും സാഹോദര്യവും എല്ലാം പഠിപ്പിച്ചു. എന്നാൽ മതപരമായ ഒരു വിട്ടുവീഴ്ച അത് പരിശുദ്ധമായ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നില്ല. മതപരമായ എല്ലാ കാര്യങ്ങളും ഇങ്ങോട്ട് നോക്കൂ സഹോദരങ്ങളെ. ഒരു ശബരിമലയിലേക്ക് ഒരു സ്വാമിയായി പുറപ്പെടുന്ന ഒരു സഹോദരൻ, ആ സഹോദരൻ നമ്മളെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കൂല. അതെന്താണ്? അത് മതപരമായ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അത് ഉൾക്കൊള്ളാനുള്ള വിവേകമാണ് പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകേണ്ടത്. ആ വിവേകം എപ്പോഴും നമ്മൾ നിലനിർത്തണം. ഇതിന്റെ ഒക്കെ ഇടയിൽ ആടിനെ പട്ടിയാക്കി തല്ലിക്കൊല്ലാൻ വർഗീയ ധ്രുവീകരണവുമായി കടന്നു വരുന്ന പലരും ഉണ്ട്. അവരുടെ സംസാരങ്ങളിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? വീണുപോകാനും പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയെ നന്മയായി കണ്ടുകൊണ്ട് വിവേകത്തോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കി പെരുമാറാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ രാജ്യത്തിന്റെ എല്ലാവിധ നന്മകളിലും മുന്നോട്ടു പോകാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ രാജ്യത്തെ പരസ്പരമുള്ള സ്നേഹവും ബഹുമാനവും നിലനിർത്തി തരാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സഹോദരത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളിൽ നിന്ന്, ഭാര്യമാരിൽ നിന്ന് അല്ലാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ രാജ്യത്ത് എല്ലാവിധ നന്മയും സ്വസ്ഥതയും സമാധാനവും നിർഭയത്വവുമുള്ള ഒരു നാടാക്കി നമ്മുടെ നാടിനെ അല്ലാഹു മാറ്റിത്തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك.